ഹായ് നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന റെക്കമെൻഡേഷൻ വീഡിയോ വേറെ ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്ത കാര്യം, ചേട്ടാ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഫേസിലുണ്ടാകുന്ന ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ക്രീംസ് ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവുന്നു. അപ്പൊ എനിക്ക് തോന്നി, സത്യം പറഞ്ഞ് കുറെ പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അത്. ഇപ്പൊ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ആരൊക്കെ ഉപകാരപ്പെട്ടാലോ. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 ക്രീംസ് ഞാൻ പറയും. ഈ 3 ക്രീംസ് നിങ്ങൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്താൽ ഇത് നമുക്ക് പൂർണ്ണമായി പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് വരുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പൊ അതിൽ എഫക്റ്റീവ് ആയ ഒരു 3 ക്രീംസ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ പ്രധാന കാരണം, ഇത് ഓയിലി സ്കിൻ ടൈപ്പുകാർക്കാണ് കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്നത്. കാര്യം നമ്മുടെ മുഖത്തെ സെബേഷ്യസ് ഗ്രന്ഥികൾ എന്നൊരു ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾ ഓവറായിട്ട് എണ്ണ ഉത്പാദിപ്പിക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സ്കിന്നിൽ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഫോം ആവും. മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിന്റെ ഇതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാത്ത മൂലം ഇത് നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഇതൊരു കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ചേഞ്ചസ് ആണ്. കൂടുതൽ ലേഡീസിനാണ് വരുന്നത്. അതായത് പീരീഡ്സ് ഒക്കെ അടുക്കാറുമ്പോൾ ചില സ്ത്രീകളിൽ ഈ പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് സ്ത്രീകൾക്കാണ് കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ ചില ഈ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ഒക്കെ അലർജി വരാറുണ്ട്. നമ്മൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, നമ്മൾ ചില ഈ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് പിമ്പിൾസും അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ മാറുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാര്യം നോർമലായിട്ട് ഇപ്പൊ ഡ്രൈ സ്കിൻ ആയിരിക്കും. നമ്മൾ ഈ സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നിർത്തി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ മാറി ഒന്നുകൂടെ ഓയിലി ആകുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആൾക്കാർ. അപ്പൊ ഇതും നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ്സ് ഒക്കെ ഫോം ചെയ്യാൻ കാരണമാകുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്കിന്ന് ക്ലീൻ ചെയ്യാത്ത മൂലമാണ്. അതായത് നമ്മളിപ്പോ രാവിലെ ഉടനെ പോകുമ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ മുഖത്ത് എണ്ണമയം വരുമ്പോൾ മുഖം കഴുകത്തില്ല, അതുപോലെ തന്നെ വെച്ചോണ്ട് നടക്കും. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിൽ ഫോഴ്സിൽ അടിഞ്ഞു കൂടുകയും അങ്ങനെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ അതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ എഫക്റ്റീവ് ക്രീംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് വൺ ബൈ വൺ ആയിട്ട് പറയാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ക്രീം എന്ന് പറഞ്ഞാൽ അഡാഫറിൻ ജെല്ലാണ്. 0.1%. ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ അഡാപ്പലീൻ ആണ്. ഈ അഡാപ്പലിൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രെറ്റിനോയിൻ, അതായത് റെറ്റിനോൾസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മുടെ ട്രെറ്റിനോയിനൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഇറിറ്റേഷൻ ഒക്കെ കുറവാണ്. അതുപോലെ നമുക്ക് റിസ്ക് പാരാമീറ്റേഴ്സും കുറവാണ്. നമുക്ക് വലിയ യൂസ് ചെയ്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് ട്രെറ്റിനോയിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഇത് കെയർ ചെയ്തിരും, നമുക്കത് നല്ല പണി കിട്ടും. പക്ഷെ ഇതിന് അത്രയും കെയറിങ് കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഈ അഡാപ്റ്റലിന്റെ മെയിൻ ബെനിഫിറ്റ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിക്കുന്ന ഡേർട്ടും അതുപോലെ ഡെഡ് സ്കിൻ സെൽസിന്റെ ഈ ഡേർട്ടും ഡെഡ് സ്കിൻ സെൽസ് എല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിലെ പോർസ് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഈ പോർസ് അടയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഫോം ആകുന്നത്. പോർസ് ഓപ്പൺ ആക്കാൻ എന്ത് പറ്റും? നമ്മുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് പറ്റും? നമുക്ക് ഈ പറഞ്ഞ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ സ്കിന്നിൽ ഫോം ചെയ്യത്തില്ല. അതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സ്കിന്നിന് സെൽ ടേൺ ഓവർ ചെയ്യും. സെൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ഡാമേജ് ആയ സെൽസിനെ മാറ്റി പുതിയ സെൽസിനെ ഫോം ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ഡാമേജ് ആയ സെൽസ് മാറുമ്പോൾ എന്ത് പറ്റും? അതിന്റെ കൂടെ ഈ ഡെഡ് സ്കിൻ സെൽസും കൂടെ മാറും. അതും നമുക്ക് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഫോം ചെയ്ത് തടയാൻ സാധിക്കും. നമ്മുടെ സ്കിന്നിൽ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഒക്കെ ഇല്ലേ, ഇൻഫ്ലമേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഈ ഒരു ഇൻഗ്രീഡിയന്റ് നല്ല ഉപകാരിയാണ്. പിന്നെ നമ്മൾ ഈ അഡാപ്പലിൻ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ, ഞാൻ 3 to 5 months ഒക്കെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ഫ്യൂച്ചർ ബ്രേക്ക്ഔട്ട്സ് ഇല്ലേ, നമ്മുടെ ഭാവിയിൽ വരാനിരിക്കുന്ന ബ്രേക്ക്ഔട്ട്സ്, ആക്നെ, അതൊക്കെ നമുക്ക് ഇപ്പോഴേ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് അഡാപ്പലിൻ എന്ന ഇൻഗ്രീഡിയന്റ് ഏറ്റവും ബെനിഫിറ്റ്സ്. ഇനി നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റിയ ഇൻഗ്രീഡിയന്റ് എന്ന് അറിയാമോ? ബെനോക്സിൽ പെറോക്സൈഡ് ആണ്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ക്രീം ഡെർമാക്കോ എന്ന ബ്രാൻഡിന്റെ 2.5 ബെനോക്സിൽ പെറോക്സൈഡിന്റെ ക്രീം ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ബെനോക്സിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്ന അറിയാമോ? ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നില് ആക്നെ റിഡ്യൂസ് ചെയ്യും. അതിനെ അറിയാം, നമ്മുടെ സ്കിന്നിൽ ഈ ആക്നെ ഉണ്ടാക്കുന്ന ബാക്ടീരിയസ് ഉണ്ടല്ലോ, ആ ബാക്ടീരിയസിനെ വേരോടെ നശിപ്പിക്കാൻ ഈ ഒരു ഇൻഗ്രീഡിയന്റ് സൂപ്പറാണ്. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് മറ്റൊരു ബെനിഫിറ്റ് വേണ്ടി ഇത് നമ്മുടെ പോർസ് ക്ലിയർ ചെയ്യും. പോർസ് ക്ലിയർ ആകുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. അപ്പൊ അതിനും ഈ ഒരു ഇൻഗ്രീഡിയന്റ് സൂപ്പർ. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ടൈപ്പിലുള്ള റെഡ്നെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സ്കിന്നിനൊന്ന് സ്മൂത്ത് ആക്കാനും ഒന്ന് ഹെൽത്തി ആക്കാനും നമ്മൾ സഹായിക്കുന്നതാണ്. അപ്പൊ അതാണ് ഈ ബെനോക്സിൽ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ഏറ്റവും മെയിൻ ബെനിഫിറ്റ്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ക്രീം എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോ-6 ആണ്. ഈ ഒരു ക്രീമിൽ ഗ്ലൈക്കോളിക് ആസിഡ് 6% ഉള്ളത്. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയന്റ് ഏറ്റവും മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. എങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നില് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ ഡാമേജ് സെൽസ് ഇതെല്ലാം മാറുന്നതാണ്. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ പോർസ് ക്ലീൻ ചെയ്യും.
അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഈ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ മാറ്റാൻ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് അപ്പൊ നിങ്ങൾ ഡാർക്ക് സ്പോട്സ് ഒക്കെ എങ്ങനെ മാറ്റും? നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഈ ഡാർക്ക് സ്പോട്സ് ഉണ്ടല്ലോ, അതിന്റെ പ്രൊജക്ഷൻ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വന്ന് മാറുന്നതാണ്. അപ്പൊ അതിനും ഈ ഒരു ഇൻഗ്രീഡിയന്റ് സൂപ്പറാണ്. പിന്നെ ഇത് നമ്മുടെ പ്രായമാകുമ്പോൾ സ്കിന്നിൽ വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ റിഡ്യൂസ് സഹായിക്കും. ഇത് നമ്മുടെ സർഫസ് ലെയർ ഇല്ല, സ്കിന്നിന്റെ സർഫസ് ലെയർ, ഈ സർഫസ് ലെയർ മിനുസപ്പെടുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചെറിയ കുഴികളും പാടുകളൊക്കെ ഇത് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഗ്ലോ ആയി നിൽക്കാൻ സഹായിക്കുന്നതാണ്. കാര്യം ഗ്ലോ ആകുന്നതിന് അറിയാവോ, നമ്മുടെ സ്കിന്നിൽ കറക്റ്റ് ടൈമിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മാറുന്ന ഫലമായിട്ട് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഗ്ലോയും ഹെൽത്തിയായി നിൽക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ ഉപകാരിയാണ് ഈ പറഞ്ഞ ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഗ്ലൈക്കോസ്റ്റിക്സ് എന്ന ക്രീമാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഈ 3 ക്രീംസും നിങ്ങൾ നൈറ്റേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നന്നായി ആവി പിടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റിൽ എണ്ണ പലഹാരങ്ങളും അതുപോലെ ഷുഗർ ഐറ്റംസ് ഒക്കെ പരമാവധി കട്ട് ചെയ്യുക. പിന്നെ മാർക്കറ്റിലൊക്കെ പുതിയ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങുമല്ലോ, അതെല്ലാം മാറി ഉപയോഗിക്കുന്ന പരിപാടി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഈ ക്രീംസ് മാറ്റുന്ന പരിപാടി പരമാവധി സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ സൺസ്ക്രീൻ അത് നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ ഓവറായിട്ട് പിമ്പിൾസ് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ലേശം കല്ലുപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ആവി പിടിക്കുകയാണെങ്കിൽ ഈ പിമ്പിൾസ് ഉണ്ടാകുന്ന ബാക്ടീരിയസ് നശിക്കാൻ ഇതിന് കാരണമാകും. ആ ഫലമായിട്ട് നമുക്ക് പിമ്പിൾസ്, ആക്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുത്തോ. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയാൽ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. 18 വയസ്സ് മേളിലേക്ക് പ്രായമുള്ള ആർക്കും ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയ അമ്മമാർക്കും ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. കാര്യം അവർക്കിത് സേഫ് അല്ല. അതുപോലെ തന്നെ 18 വയസ്സ് താഴെയുള്ള കൊച്ചുകുട്ടികളും ഇത് യൂസ് ചെയ്യരുത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ. ഇത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.